നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും ചേർന്ന് അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യയിലെ ദശരഥ മഹാരാജാവ് തന്റെ മൂത്ത പുത്രനും ജനപ്രിയനുമായ രാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിക്കുന്നു. അയോധ്യ നഗരം മുഴുവൻ അലങ്കരിക്കപ്പെടുകയും വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ രാമനും സീതയും ചടങ്ങിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അയോധ്യ രാജധാനിയും രാജ്യത്തെ ജനങ്ങളും സന്തോഷത്തിൽ ആറാടുകയാണ്. ഇന്നത്തെ പാരായണം അയോധ്യാകാന്ഡം ആരംഭം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി വർമ്മ. താർമകൾക്കൻപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലയോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ, ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ, ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പൂക്കു. താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ, ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ, വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ, നാരദസേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനശര ഗുരുനാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക ബാന്ധവ വംശ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ. കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ, സാക്ഷാൽ മുകുന്ദനാനപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ. വ്യക്തൻ അവ്യക്തൻ അനന്തനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ, നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ. തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിനം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ, മന്ദസ്മിതം ചെന്നു മന്മഥനാശനൻ
സുന്ദരീ കേട്ടുകൊള്ളുകന്നരുളി ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവനങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജശീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായതി കോമളൻ ബാലനിശാകര ബാലദേശേ ലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനുസമാനൻ പ്രാലേയ ഭാനുസമാനന ബാലാർക്കസന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനുസമാനനയാ സമം ലീലയാ താംബൂലചർവർണ്യാദ്യൈരതിവേലം വിനോദിച്ചിരുന്നരുളുന്നേരം. രാമായണത്തിലെ കഥാപാത്രങ്ങളൊക്കെ ആരാണ്? ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഭാവങ്ങളാണ്. രാമായണത്തിലെ തത്വവിചാരത്തിൽ ആധ്യാത്മിക ആചാര്യനും പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ശ്രീനാഥ് കരയാട്ട് രാമായണത്തിലെ കഥാപാത്രങ്ങളെ നാം എങ്ങനെ മനനം ചെയ്യണമെന്ന് മനസ്സിലാക്കി തരുന്നു. കാണാം രാമകഥാമൃതം. ശ്രീരാമ സാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ രാമായണ കാലത്ത് കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, രാമായണം വായിച്ചു ഒരു ഭർത്താവ് എങ്ങനെയാവരുത് എന്ന് മനസ്സിലായി, ഒരു ഭരണാധികാരി എങ്ങനെയാവരുത് എന്ന് മനസ്സിലായി എന്നാണ്. സൂചിപ്പിക്കുന്നത് സീതയെ ഉപേക്ഷിച്ച രാമൻ്റെ പ്രവൃത്തിയാണ്. സുഗ്രീവൻ്റെ പക്ഷം ചേർന്ന് ബാലിയെ ഒളിയം പെയ്തു കൊന്ന കഥയാണ്. ഇങ്ങനെ പല വിഷയങ്ങളിലും ശ്രീരാമനെ നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അർത്ഥം? ഭാരതം എപ്പോഴും ഫിലോസഫിയെ സൂക്ഷിച്ചു വെക്കുന്നത് കഥകളിലാണ്, ആചരണങ്ങളിലാണ്. കാരണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇന്നും നമ്മൾ രാമായണം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഥയായതുകൊണ്ടാണ്. ആ കഥയിൽ ഒളിപ്പിച്ചു വെച്ചതാണ് തത്വങ്ങളെ. ഇന്ന് നമുക്ക് രാമായണ തത്വത്തെക്കുറിച്ച് നോക്കാം. പ്രധാനമായും രാമായണത്തിൽ ചർച്ച ചെയ്യുന്നത് 5 കഥാപാത്രങ്ങളെയാണ്: ശ്രീരാമൻ, സീത, രാവണൻ, ലക്ഷ്മണൻ, ഹനുമാൻ. ഇവരൊക്കെ ആരാണ്? ഏതോ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവാണോ? അല്ല. ശ്രീരാമൻ ആത്മരൂപിയാണ്. ആത്മരൂപി രാമ, മനോരൂപി സീത, ഭോഗരൂപിശ്ച രാവണ, ശ്രദ്ധാരൂപി ലക്ഷ്മണ, ശ്വാസരൂപി ഹനുമത്. ഓരോരുത്തരും നമ്മളെ ഉള്ളിലുള്ള ഓരോ ഭാവങ്ങളാണ്. ശ്രീരാമൻ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ആത്മാരാമൻ എന്ന് പറയാറുണ്ട്. ഞാൻ പലപ്പോഴും സംബോധന ചെയ്യുന്നത് എൻ്റെ ആത്മാവിനെയാണ്. കാരണം ഞാൻ എൻ്റെ ശരീരം എന്നേ പറയാറുള്ളൂ. ഞാൻ ശരീരം എന്ന് പറയാറില്ല. ശരീരം എൻ്റേതാണ്. എൻ്റെ മൊബൈൽ ഫോണ്, എൻ്റെ ഷർട്ട്, എൻ്റെ കാറ് എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരു വസ്തുവാണ് ഈ ശരീരം. ഈ ശരീരത്തിന് മുമ്പും ഞാനുണ്ട്, ഈ ശരീരത്തിന് ശേഷവും ഞാനുണ്ടാവും. ആ ഞാനാണ് ആത്മാവ്. ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യമാണ് ശ്രീരാമൻ. എന്നാൽ സീത മനസ്സാണ്. മനസ്സ് ആത്മാവിൻ്റെ കൂടെയാണ് വേണ്ടത്, സീത രാമനൊപ്പമാണ് വേണ്ടത്. എന്നാൽ സീതയെ പലപ്പോഴും കട്ടുകൊണ്ടുപോകുന്നത് രാവണനാണ്. ആരാണ് രാവണൻ? ഭോഗങ്ങളാണ്. ചുറ്റിലും കാണുന്ന ഭ്രമിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് രാവണൻ. 10 തലയാണ് രാവണൻ. ആ രാവണൻ സീതയെ മോഷ്ടിക്കുന്നത്
മാരീചൻ സ്വർണ്ണമാനിൻ്റെ രൂപത്തിലുള്ള മാരീചനെ സഹായത്തോടു കൂടിയാണ്. സ്വർണം ഭ്രമിപ്പിക്കുന്നതാണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ ഭ്രമിപ്പിക്കപ്പെടുന്ന വസ്തുക്കളും രാവണൻ തന്നെയാണ്. രാവണന്റെ വിവിധ ഭാവങ്ങളാണ്. അങ്ങനെയായാൽ സന്തോഷമാവും. എനിക്ക് ഭാര്യ കല്യാണം കഴിഞ്ഞാൽ സന്തോഷമാവും. കല്യാണം കഴിയുമ്പോൾ സന്തോഷമില്ല. കുട്ടിയായാൽ സന്തോഷമാവും. കുട്ടിയായാൽ സന്തോഷമില്ല. കുട്ടി വളർന്നാൽ സന്തോഷമാവും എന്ന് കരുതാണ്. കുട്ടി വളരുമ്പം പറയാണ് കുട്ടിക്ക് കല്യാണം കഴിഞ്ഞാൽ സന്തോഷമാവും. കല്യാണം കഴിഞ്ഞാൽ അവന് കുട്ടിയെ ഉണ്ടായി കണ്ടാൽ സന്തോഷമാവും. പലപ്പോഴും നമ്മൾ അങ്ങനെ ആയാൽ സന്തോഷമാവും എന്ന് കരുതുമ്പോൾ അങ്ങനെ ആവുമ്പോഴേക്കും നമ്മളുടെ ടാർഗറ്റ് മാറ്റുന്നുണ്ട്. ഒരിക്കലും സന്തോഷിക്കാതെ ഒരു മനുഷ്യൻ മരിച്ചു പോവാണ്. അവിടെ സീതയെ ഭോഗങ്ങൾ പ്രപഞ്ചം തട്ടിക്കൊണ്ടുപോവുകയാണ്. സീതയെ രാവണന്റെ അടുത്ത് നിന്ന് രക്ഷിച്ച് രാമന്റെ അടുത്ത് തിരിച്ചെത്തിക്കാൻ 2 പേരുടെ സഹായം കിട്ടും. അതൊന്ന് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ ശ്രദ്ധയാണ്. ശ്രദ്ധാരൂപിച്ച ലക്ഷ്മണൻ. നമ്മളെ ഉള്ളിലുള്ള ബോധമാണ് ലക്ഷ്മണൻ. ലം എന്ന് പറയുന്നത് മൂലാധാരത്തിന്റെ ബീജാക്ഷരമാണ്. ക്ഷം എന്ന് പറയുന്നത് സഹസ്രാരത്തിലെ ബീജാക്ഷരമാണ്. എൻ്റെ മൂലാധാരത്തിലെ ചെറിയ ഞാനാണ് പ്രശ്നക്കാരൻ. ചെറിയ ബോധം. ആ ലം ബോധം വളർന്ന് സഹസ്രാരത്തിലെത്തുമ്പോൾ അത് ലക്ഷ്യമായി, അത് ലക്ഷ്യമായി, അത് ലക്ഷ്മണനായി. ലക്ഷ്മണൻ ഉയർന്ന ബോധമാണ്. ആത്മാവിനൊപ്പം നിൽക്കുന്നത് എപ്പോഴും ബോധമാണ്. ആ ബോധത്തിൻ്റെ, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ സഹായത്തോടു കൂടി മനസ്സിനെ നമ്മളെ കൂടെ നിർത്താം. അടുത്തത് ഹനുമാനാണ്. ഹനുമാൻ വായുപുത്രനാണ്, പ്രാണനാണ്, നമ്മളുടെ ശ്വാസമാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ വസ്തു ശ്വാസമാണ്. ഹഠയോഗം പ്രാണനെ ശ്വാസത്തെ കേന്ദ്രീകരിച്ചുണ്ടായ പദ്ധതിയാണ്. പ്രാണായാമത്തിലൂടെ, ശ്വാസ നിയന്ത്രണത്തിലൂടെ മനസ്സിനെ നമ്മൾക്കൊപ്പം നിർത്താൻ സാധിക്കും. നമ്മൾക്കറിയാം, നമ്മൾ വലിയ വിഷമമുള്ള സമയത്ത്, സ്ട്രെസ്സുള്ള സമയത്ത് ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾക്കൊരു ആശ്വാസം ഉണ്ടാവും. എപ്പോഴാണോ നിങ്ങൾ ദീർഘശ്വാസം പ്രാണനെ നിരീക്ഷിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആനന്ദമുണ്ടാവും. അവിടെയാണ് ഹനുമാൻ. ഹനുമാന്റെയും ലക്ഷ്മണന്റെയും സഹായത്തോടു കൂടി സീതയെ എപ്പോഴും രാമന്റെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് രാമായണത്തിൻ്റെ ഉദ്ദേശം. അവിടെയാണ് അയോധ്യ. അയോധ്യ യോധനമില്ലാത്ത സ്ഥലമാണ് അയോധ്യ. അയോധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തത് ഒരു ശ്രീരാമ ഭജൻ ആണ്. കാണാം രാമാനന്ദം. Thank you.
രാമനാമം എത്ര പാടിയാലും കേട്ടാലും മതി വരില്ല. അത്രത്തോളം ആനന്ദകരമാണ് ആ നാമം. ശ്രീരാമസാഗരത്തിൽ ഒരു ഭജനാണ്. കാണാം രാമാനന്ദം. രാമ 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 സീത രാമായണീരോ. ഭരതിയ മന ഭട്ടരു ബന്ധു ಹೊರದಿರೇಂದು ಮೇಟಿ ತುಲಿದು. ಭರದಿಯ ಮನ ಭಟರು ಬಂಧು ಹೊರಡಿರೇಂದು ಮೇಟಿ ತುಲಿದು. ಕೊರಳಿಗಾತ್ಮ ಸೇರಿದಾಗ ಹರಿಯ ನಾಮ ಓದಗದು. ಕೊರಳಿಗಾತ್ಮ ಸೇರಿದಾಗ ಹರಿಯ ನಾಮ ಓದಗದು. ಕೊರಳಿಗಾತ್ಮ ಸೇರಿದಾಗ ಹರಿಯ ನಾಮ ಓದಗೋದೋ. ರಾಮ 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 ಸೀತ ರಾಮಾಯಣೀರೋ. ಅಮರ ಪದಿಯ ದಿವ್ಯ ನಾಮ ಅಂದೋದಗದೋ. ರಾಮ 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 ಸೀತ ರಾಮಾಯಣೀರೋ. സത്യം, ധർമ്മം, നീതി ഇവ പുലർത്തുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, ബന്ധുജനങ്ങളെയും സാധാരണ ജനങ്ങളെയും സംരക്ഷിക്കുന്ന യാഗരക്ഷകനായ രാമന്റെ യാത്ര തുടരുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.